അമേരിക്ക ഇന്ത്യയുടെ മരുന്നുകൾക്ക് 100% തീരുവ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുക? ഇന്ത്യയുടെ മരുന്നുകൾക്ക് 100% എന്നുള്ളത് ശരിയല്ല. മൊത്തത്തിൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക്, പക്ഷേ അത് ജനറിക് മരുന്നുകൾക്ക് ആ തീരുവയില്ല. അപ്പോൾ ഇന്ത്യയെ വലിയ തോതിൽ ബാധിക്കുമെന്ന് കരുതാൻ വയ്യ. ജനറിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാരസെറ്റമോൾ അത് പല ബ്രാൻഡിൽ കിട്ടുമല്ലോ. അങ്ങനെ അപ്പോൾ അങ്ങനെ ആ ബ്രാൻഡ് നെയിംസ് ഒന്നും അല്ലാതെ നമ്മൾ കയറ്റി അയക്കുമല്ലോ. ഇതാണ് ഈ ജനറിക് മെഡിസിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഇതിപ്പോൾ ബ്രാൻഡഡ് ആൻഡ് പേറ്റൻറ്റഡ് ആ മരുന്നുകൾക്കാണ് തീരുവ കൂടുതൽ ഏർപ്പെടുത്തിയതായിട്ട് പറയുന്നത്. ഇന്ത്യ അമേരിക്കയിലേക്ക് കൂടുതലും കയറ്റി അയക്കുന്ന ജനറിക് ഡ്രഗ്സ് ആണ്. ഇങ്ങനെ വലിയ ബ്രാൻഡുകളൊന്നും അല്ലാതെ നമ്മൾ മറ്റേ ഡോക്ടർ നമുക്കൊരു കുറിപ്പടി തരുമല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ ഈ ബ്രാൻഡില്ല, വേറെ പോരെയെന്ന് ചോദിക്കില്ലേ? അങ്ങനെ ബ്രാൻഡഡ് അല്ലാതെ ഇപ്പോൾ പാരസെറ്റമോൾ തന്നെ വേറെ ബ്രാൻഡ്, അതാണ് ഈ ജനറിക് എന്ന് പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് അതിൻ്റെ പേറ്റൻ്റൊക്കെ എക്സ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതാണ് കൂടുതൽ കയറ്റി അയക്കുന്നത്. അപ്പോൾ ജനറിക് മെഡിസിൻസിന് ഇതില്ല എന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് 25% ഹെവി ഡ്യൂട്ടി ട്രക്സിന് അല്ലേ തീരുവ, 50% കിച്ചൺ ക്യാബിനറ്റുകൾക്ക് തീരുവ ഒക്ടോബർ 1 മുതൽ ഇത് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമേരിക്കയിൽ പ്ലാന്റുകൾ വേണം. ഈ ഫാർമസ്യൂട്ടിക്കൽ വലിയ കമ്പനികളുടെ പ്ലാന്റുകൾ വേണം. പ്ലാന്റുകൾ ഇല്ലാത്ത കമ്പനികൾ അയക്കുന്ന മരുന്നുകൾക്കാണ് തീരുവ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പ്ലാന്റ് തുടങ്ങാനുള്ള പദ്ധതി ഉണ്ടെങ്കിലും മതി. പ്ലാന്റിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കല്ലിട്ടിട്ടുണ്ടെങ്കിലുമൊക്കെ ഈ തീരുവ ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികൾക്കൊക്കെ അവിടെ പ്ലാന്റുകൾ ഉണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് വലിയ കമ്പനികൾക്കൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തും പ്ലാന്റുകളുണ്ട്. കാരണം അതുപോലെ കച്ചവടം ചെയ്യുന്നതാണ് അവർ. 50% ബാത്റൂം ഫിറ്റിങ്സ് അല്ലേ ഇതിൻ്റെ കൂടെ തീരുവയുണ്ട്. പിന്നെ 30% അപ്പോൾസ്റ്റേർഡ് ഫർണിച്ചർ അല്ലേ അലങ്കരിച്ച ഫർണിച്ചറുകൾക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രക്കുകളിലുള്ള തീരുവ ഈ പക്കാർഡ് ഉടമസ്ഥതയിലുള്ള പീറ്റർ ബിൽറ്റ്, കെൻവർത്ത്, പിന്നെ ഡെയിംലർ ട്രക്ക് അതിനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ആ തീരുവ. പിന്നെ ഡെയിംലറിൻ്റെ ഫ്രൈറ്റ് ലൈനർ എന്ന് പറയുന്നതാണ് ഈ ട്രക്ക്. അത്തരം ട്രക്കുകളെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ട്രംപ് പലപ്പോഴും ചെയ്യുന്നത് ഇപ്പോൾ ഈ എണ്ണ തീരുവ എന്നും പറഞ്ഞ അയാൾ റഷ്യൻ എണ്ണ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ടല്ലോ. അവിടെ 13 എണ്ണ കമ്പനികളുണ്ട്, ഭീമന്മാർ. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് അവരുടെ നിന്ന് ധാരാളം പൈസ ട്രംപ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണ ഭീമന്മാരുടെ കയ്യിൽ നിന്ന് വലിയ പൈസ കൊടുത്തിട്ട് ഇന്ത്യ എണ്ണ മേടിക്കണം, റഷ്യയെ ഒഴിച്ചു നിർത്തണം എന്നുള്ളതാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രക്ക് ബ്രാൻഡുകളുടെ പേര് പറഞ്ഞത്. ആ ബ്രാൻഡുകാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചില്ലറ കൊടുത്തിട്ടുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇത് ചില ആളുകളെയൊക്കെ ചില മരുന്ന് കമ്പനികളെ സഹായിക്കാനും അങ്ങനെയാണ് ഇയാളുടെ തീരുവയുടെ പോക്ക്. അപ്പോൾ ഈ ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് ആൻഡ് മാനുഫാക്ചറേഴ്സ് ഓഫ് അമേരിക്ക ആ സംഘടനയെ എതിർത്തിട്ടുണ്ട്. അമേരിക്കയിലെ 53% വാല്യൂ, അതായത് 85.6 ബില്യൺ ആണ് അമേരിക്കയിൽ ഒരു വർഷം വിൽക്കുന്ന മരുന്നിലെ ഇൻഗ്രീഡിയൻസ്. അതിൻ്റെ 53% വില എടുക്കുകയാണെങ്കിൽ അത് അമേരിക്കയിലെ തന്നെ ആണ് ഉപയോഗിക്കുന്നതെന്ന് ആ സംഘടന പറഞ്ഞിട്ടുണ്ട്. ബാക്കി ആണ് യൂറോപ്പിൽ നിന്നും അതും സഖ്യ രാജ്യങ്ങളിൽ നിന്നാണ് ആ ഘടകങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് ആ സംഘടന പറഞ്ഞിട്ടുണ്ട്. ചേംബർ ഓഫ് കോമേഴ്സ് ഈ ട്രക്ക് താരിഫിനെതിരെ അമേരിക്കയിലെ എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് തന്നെ ഇത് അത്ര പിടിച്ചിട്ടില്ല.
രംഗത്ത് വന്നിട്ടുണ്ട്. ചേംബർ ഓഫ് കോമേഴ്സ്, അമേരിക്കൻ ചേംബർ ഓഫ് കോമേഴ്സ്. അവിടുത്തെ അവർ പറഞ്ഞിരിക്കുന്നത് ചേംബർ ഓഫ് കോമേഴ്സ് ഏറ്റവും വലിയ 5 സോഴ്സ് ഇതിൻ്റെ മെക്സിക്കോ, കാനഡ, ജപ്പാൻ, ജർമ്മനി, ഫിൻലൻഡ്, ഇതൊക്കെ സഖ്യരാജ്യങ്ങളാണ് അമേരിക്കയുടെ. അല്ലാതെ ഇന്ത്യയിൽ നിന്നും മറ്റൊന്നുമല്ല ഈ ട്രക്കിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സഖ്യരാജ്യങ്ങളെ എന്തിനാണ് ഇങ്ങനെ തീരുവ ചുമത്തി ദ്രോഹിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇതിലിനി മരുന്നിൻ്റെ ഭാഗം മാത്രം എടുക്കാം. ഇന്ത്യയെ ബാധിക്കും എന്ന് വിശ്വസിക്കുന്നതാണല്ലോ. ഓഹരി വിപണിയിൽ ഏഷ്യയിൽ ഇത് ബാധിച്ചിട്ടുണ്ട്. ഈ തീരുവ പ്രഖ്യാപനം ഓഹരി വില താഴ്ന്നിട്ടുണ്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെയൊക്കെ. ജപ്പാനിലെ ടോപ്പിക്സ് ഇൻഡെക്സ് 1% താണു. രാവിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഹോങ്കോങ്ങിൽ 2.8% താഴ്ന്നു മരുന്ന് കമ്പനികളുടെ സൂചിക. സൗത്ത് കൊറിയയിലെ SK ബയോഫാർമ, മറ്റേ മരുന്ന് ഭീമൻ, അത് 2.7% താഴ്ന്നു. ഓസ്ട്രേലിയയിലെ CSC ഫാർമസ്യൂട്ടിക്കൽസ് 1.6% താഴ്ന്നു. ഇന്ത്യ ആണ് ഏറ്റവും വലിയ സപ്ലയർ മരുന്നിൻ്റെ അങ്ങോട്ടുള്ളത്. ഇന്ത്യ കഴിഞ്ഞ കൊല്ലം 77,231 കോടി രൂപയുടെ 78,000 കോടി രൂപ എന്ന് പറയാം മരുന്ന് കയറ്റി അയച്ചിട്ടുണ്ട്. ചെറിയ തുകയല്ല. ഈ കൊല്ലം ആദ്യ പകുതിയിൽ തന്നെ, നമ്മുടെ ജൂൺ ഒക്കെ ആയപ്പോൾ തന്നെ 32,505 കോടി രൂപയുടെ മരുന്ന് ഇന്ത്യ കയറ്റി അയച്ചിട്ടുണ്ട് അമേരിക്കയിലേക്ക്. നമ്മുടെ അതിൽ 45% ജനറിക് മെഡിസിൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, എക്സ്പയറി, അതായത് ലൈസൻസിൻ്റെ പേറ്റൻറ്റിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ട് ആർക്കും ഉൽപ്പാദിപ്പിക്കാമെന്ന് വരില്ലേ ചില മരുന്നുകൾ. അതാണ് ഈ ജനറിക് മെഡിസിൻസ് എന്ന് പറയുന്നത്. നമ്മൾ കയറ്റി വയ്ക്കുന്നതിലെ പകുതി ജനറിക്കാണ്. അതിന് ഈ തീരുവ അതിനില്ല. മനസ്സിലായില്ലേ? ബ്രാൻഡഡ് ആൻഡ് പേറ്റൻറ്റഡ് ആണ്, ജനറിക്കിനില്ല. നമ്മുടെ കയറ്റുമതിയുടെ 45 പകുതിയും ജനറിക്കാണ്. അപ്പോൾ ബാക്കി പകുതിയെ മാത്രമേ ഇത് ബാധിക്കേണ്ടതുള്ളൂ സാധാരണഗതിയിൽ. 15% ബയോ സിമിലർ ആണ് നമ്മൾ കയറ്റി വയ്ക്കുന്നത്. ഡോക്ടർ റെഡ്ഡീസ്, അരബിന്ദോ ഫാർമ, സൈഡസ് ലാബ്സ്, സൺ ഫാർമ, ഗ്ലാൻഡ് ഫാർമ, ഇതിൻ്റെയൊക്കെ മൊത്തം വരുമാനത്തിൻ്റെ 30 മുതൽ 50% വരെ അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ ചെറിയ തോതിലൊക്കെ ബാധിക്കാതിരിക്കില്ല. പക്ഷേ ഇതിൽ ചില കമ്പനികൾക്കൊക്കെ അമേരിക്കയിൽ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ 2020 അമേരിക്കയ്ക്ക് $219 ബില്യൺ ഇന്ത്യയിൽ നിന്ന് മരുന്ന് കയറ്റുമതി ചെയ്തത് കൊണ്ട്, അവിടെ ഇറക്കുമതി ചെയ്തത് കൊണ്ട് ലാഭം ഉണ്ടായി എന്നാണ് കണക്ക്. സേവ് ചെയ്യാൻ പറ്റി. കാരണം അവിടെ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ മരുന്നിന് വില കൂടും. അവിടെ പല കമ്പനികൾ ഈ ജനറിക് മെഡിസിൻസ് ഇവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് അത് ചീപ്പാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിൽ സേവിങ്സാണ് ഉണ്ടായത്, അവർക്ക് ലാഭം. ആ സേവിങ്സാണ് ഞാൻ പറഞ്ഞത് 219 ബില്യൺ കഴിഞ്ഞ കൊല്ലം. ഇനി അടുത്ത 5 വർഷം കൊണ്ട് $1.3 ട്രില്യൺ അമേരിക്കയ്ക്ക് സേവ് ചെയ്യാൻ കഴിയും ഇന്ത്യയിൽ നിന്ന് കമ്മിറ്റ്മെൻറ്റ് ചെയ്താൽ. ഇതാണ് കണക്ക്. അപ്പോൾ ഇതിൻ്റെ മറ്റേ വശം എന്താണ്? ഈ മരുന്ന് കമ്പനികൾക്ക് ഇത് ഏർപ്പെടുത്തിയതിൻ്റെ അമേരിക്കയ്ക്ക് തന്നെ അത് ബാധ്യതയായി തീരാൻ പോവാണ്. വലിയ തോതിൽ സേവ് ചെയ്യാമായിരുന്ന പണം അത് തന്നെ ചോർന്നു പോകാൻ പോകുന്നു. അവിടെ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നല്ലേ ഇയാൾ പറയുന്നത്, അല്ലേ? അവിടുത്തെ കമ്പനികൾ അവരിനി പ്ലാന്റ് ഉണ്ടാക്കണം, ഇല്ലേ? ഉൽപ്പാദനത്തിന് അവർ കുറേ പൈസ ചിലവാക്കണം. ഇത് ഓൾറെഡി അവൈലബിൾ ആയത് ചെറിയ പൈസയ്ക്ക് ഇറക്കുമതി ചെയ്യാമെന്നിരിക്കെ ഈ പണി എന്താണ് അവർ ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. ആ കമ്പനികളൊക്കെ വേറെ സ്ഥലത്തൊക്കെ അവർക്ക് പ്ലാന്റുകളൊക്കെ ഉണ്ട്, വേറെ രാജ്യങ്ങളൊക്കെ, അവിടെ നിന്നൊക്കെ അയച്ചാൽ പോരെ, ഇല്ലേ? അതെ. ഈ തീരുവ ബാധകമല്ലാത്ത റീറൂട്ട് ചെയ്ത് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. അപ്പോൾ അമേരിക്കയിൽ ഇനി ഈ മരുന്നുകളുടെ വില കൂടും. അതാണ് അമേരിക്ക അനുഭവിക്കാൻ പോവുകയാണ് വലിയ തോതിൽ. നമ്മുടെ
ഇമ്പാക്റ്റ് വളരെ ചെറുതാകാനാണ് സാധ്യത. കാരണം 50% ജനറിക് ആണല്ലോ, അതിന് തീരുവ ബാധകമല്ല. അത് നമ്മൾ കയറ്റിവെച്ചുകൊണ്ടിരിക്കുമല്ലോ. ബാക്കി പിന്നെ പ്ലാന്റ് അവിടെ സ്ഥാപിക്കാൻ തുടങ്ങണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അമേരിക്കയിൽ ഇനി വില കൂടും, മരുന്നുകൾക്ക് ക്ഷാമം നേരിടും. ഇവിടെ നിന്ന് ഈ മെഡിസിൻസ് ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ക്ഷാമം നേരിടും. 2022 ഇന്ത്യ കയറ്റിയച്ച 47% മരുന്നും ജനറിക് മെഡിസിൻസ് ആയിരുന്നു. അതായത് ഒരു ഡോക്ടർ 10 പ്രിസ്ക്രിപ്ഷൻ എഴുതിയാൽ അതിൽ 4 ഇന്ത്യയിൽ നിന്നുള്ളതായിരുന്നു മരുന്ന്. അതാണ് ഇപ്പോഴും അങ്ങനെയാണ്. 10 കുറിപ്പടിയിൽ 4 ഇന്ത്യ മരുന്നുകളാണ്. ജനറിക്കിന് താരിഫ് ബാധകമല്ല, ബ്രാൻഡഡ് ആൻഡ് പേറ്റന്റഡ് ആണെന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയെ ഇത് വലിയ തോതിൽ ബാധിക്കുമെന്ന് കരുതേണ്ടതില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.